ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു 7 ഡേ ഓഫ് ഡെയിലി വ്ളോഗ്സ്. ഇതൊരു പൊങ്കാല വ്ളോഗാണ് ഗൈസ്. പൊങ്കാലക്കായിട്ട് 2-3 ദിവസമെങ്കിലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ സമയം 1:45 രാത്രി അല്ല 35 രാവിലെ വെളുപ്പാങ്കാലമാണ് ഗൈസ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പം അവളുടെ കൂടെ ഞാൻ ഇന്ന് പൊങ്കാലിടാൻ പോവുകയാണ് ഗൈസ്. അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റ് കുളിക്കണം, പറക്കണം, അങ്ങനത്തെ കുറേ ആചാരങ്ങളുണ്ടല്ലോ. അപ്പം അതെല്ലാം നമ്മൾ പാലിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി പറക്കി ഇറങ്ങി. ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് അവിടെ എത്താറായപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ചാല സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ പൊങ്കായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് കുഴപ്പമില്ലാത്തൊരു സ്ഥലമായിരുന്നു ഗൈസ്. വെയിലൊക്കെ കുറവായിരുന്നു, അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് കറങ്ങി ഇറങ്ങി. നമ്മൾ കറങ്ങാൻ ഇറങ്ങിയപ്പോൾ ഇരുട്ടായിരുന്നു, പക്ഷെ കറങ്ങി തിരിച്ചു വന്നപ്പം പകലായി ഗൈസ്. ഞാൻ അത് ഈ വീഡിയോയിലാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ആറ്റുകാൽ ക്ഷേത്രം കാണുന്നത്. ഇവിടെയാണെന്ന് കൂടി എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ കുറച്ചും കൂടി അപ്പുറത്ത് എവിടെയാണ് നമ്മൾ പൊങ്കാലയുടെ ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ക്ഷേത്രമൊക്കെ കണ്ട് കുറേയൊക്കെ നല്ല രസമായിരുന്നു. അപ്പം പിന്നെ ഒരു ഡ്രിങ്ക്സൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേക്കും പൊങ്കാലയ്ക്കുള്ള സമയം 9:45 കണ്ടായിരുന്ന സമയം പൊങ്കാല ഇടേണ്ടത്. അപ്പം ഇത് എൻ്റെ ഫ്രണ്ടും ചുവപ്പ് ഫ്രണ്ടിൻ്റെ ചേച്ചിയാണ്. പിന്നെ ഈ ഒരു സൈഡിലിരിക്കുന്ന കുറച്ച് ഇത്രയും പേര് ഇവരെ കൂട്ടത്തിലുള്ളതാണ്. അമ്മുമ്മയും അങ്ങനെ ബന്ധുക്കളൊക്കെയാണ്. അപ്പോൾ പൊങ്കാല ഇട്ടു. ഭയങ്കര പുകയായിരുന്നു ഗൈസ്, അൺസഹിക്കബിൾ ആയിരുന്നു. ഞാൻ കരച്ചിലായി. ഒരു 2:30-3 മണിയായി. എൻ്റെ കണ്ണിൽ നിന്ന് ഒന്നെല്ലാം മാറി വന്നപ്പോഴത്തേക്ക്. പിന്നെ അരിയിടലായി. മറ്റേ ശർക്കര പായസം ഉണ്ടല്ലോ, ശർക്കര അരി പായസം, അതാണ് എൻ്റെ ഫ്രണ്ട് ഇടുന്നത്. പിന്നെ ചോറ് പായസം ഇടുന്നുണ്ട്. പിന്നെ ഫുഡൊന്നും നേരെ ശരിയാകാത്തതുകൊണ്ട് ഒരു ഷാർജയും കൊണ്ട് കുടിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 2:30 ആയപ്പോഴാണ് ഈ ഒരു സംഭവം, എന്തോ നേദിക്കലോ അങ്ങനെ എന്തോ ആണ് സംഭവം. പിന്നെ ഓരോരുത്തർ പൈസ വാങ്ങുന്നുണ്ട്, കുറേ പേര് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ഇതൊന്നും അല്ല ഇതിൻ്റെ മെയിൻ പാർട്ട്. ഇത് കഴിഞ്ഞിട്ട് എല്ലാം പൊക്കി പിടിച്ചുകൊണ്ടുകൊണ്ട് ഒരു ഓട്ടോ ഉണ്ട്, ഓട്ടോ നടത്തുകയൊക്കെ ഉണ്ട്. ഇതാണ് ഗൈസ് ദ ബെസ്റ്റ് പാർട്ട്. അങ്ങനെ എങ്ങനെയൊക്കെ ഏന്തി വലിഞ്ഞ് ഞാൻ അവസാനം അവളുടെ വീട്ടിലെത്തിപ്പെട്ടു. ബട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഒരിക്കലെങ്കിലും അനുഭവിച്ചിരിക്കണം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞ് പായസം വാങ്ങിച്ചിട്ട് എൻ്റെ വീട്ടിലെത്തി ഗൈസ്. അപ്പം ബൈ ബൈ.